नमस्ते। सभी परीक्षा की तैयारी में है ना? पिछली परीक्षा अच्छी तरह से लिखा है ना? हाँ, हमें 2 दिन, पिछली 2 दिन 2 परीक्षाएं हो गई, उसे अच्छी तरह लिखा. अच्छा, എല്ലാവരും കഴിഞ്ഞ പരീക്ഷ നന്നായിട്ട് എഴുതിയോ? ഇപ്പോൾ നമുക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇന്നും പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും അല്ലേ? എങ്കിലും നമുക്ക് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ക്ലാസ്സും പഠിക്കണ്ടേ? പാഠഭാഗങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ പരീക്ഷയുടെ തയ്യാറെടുപ്പുകളും നടത്തണം. നന്നായിട്ട് നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എക്സാം എന്ന് കരുതി ഉഴപ്പി എക്സാം എഴുതാൻ ആരും ശ്രമിക്കരുത്. നിശ്ചിത സമയത്തിനുള്ളിൽ വേണം എക്സാം എഴുതി സബ്മിറ്റ് ചെയ്യാൻ. നമ്മൾ തന്നിരിക്കുന്ന പോർഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യണം. നന്നായിട്ട് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ആൻസർ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന പോർഷൻസ് അത്രയും കവർ ചെയ്തേ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഉപേക്ഷ വിചാരിക്കാതെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് തന്നെ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അതുപോലെ തന്നിരിക്കുന്ന നോട്ട്സും നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. എക്സാം എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ്സും പോകണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതോ എല്ലാം എക്സാമിൻ്റെ ഇടയ്ക്ക് മുങ്ങിപ്പോയോ? അതൊന്നും പോകാൻ പാടില്ല. എല്ലാം നമ്മുടെ മെമ്മറിയിൽ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വയ്ക്കുക. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ബാക്കി പഠിക്കാൻ എന്തൊക്കെയാണ്? അപ്പം നിങ്ങൾ ടീച്ചർ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, നമ്മൾ പുതിയ ക്ലാസ് കാണുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വേണം പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, കഴിഞ്ഞ ചാപ്റ്റർ എല്ലാം മറന്നു പോകും. അപ്പം അതിനിട വരുത്താതെ എല്ലാവരും എന്ത് ചെയ്യുക? പുതിയ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് എല്ലാ ചാപ്റ്റേഴ്സും, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്ത് വായിച്ച് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എക്സാം വരുന്നുണ്ടേ, ഇനിയിപ്പോൾ ആനുവൽ എക്സാം ഒക്കെ വരുന്നുണ്ട്, ആ സമയത്ത് ആദ്യം മുതലുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ മുതലുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് എന്താണ്? നിങ്ങൾ പഠിക്കുന്ന ഏത് പാഠഭാഗമാണോ അതിനു മുമ്പ് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. അതെല്ലാം എടുത്തൊന്നുകൂടെ ഒന്ന് വായിച്ച് പൊടി തട്ടി വെക്കണം, ഓർമ്മ പുതുക്കി വെക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലാവരും എക്സാം ഒക്കെ എഴുതണം. ആ ഒരു ഗൗരവത്തോടു കൂടി തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എന്ന് കരുതി ആരും ഉഴപ്പാനൊന്നും പാടില്ല. നമ്മുടെ സാധാരണ നമ്മൾ എഴുതുന്ന എക്സാമിൻ്റെ ആ ഒരു തയ്യാറെടുപ്പോടു കൂടി തന്നെ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് റെഡിയാകാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണം എക്സാം എഴുതാനായിട്ട് നമ്മൾ ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കാൻ. പിന്നെ ചിലർക്ക് എന്തെങ്കിലും നെറ്റിൻ്റെ പ്രോബ്ലമോ മഴയൊക്കെയാണ്, കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ് അല്ലേ? അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അതുപോലെ എല്ലാവരും ടെക്സ്റ്റും ഒരു പെൻസിലും കയ്യിലെടുത്തിട്ടുണ്ടല്ലോ ക്ലാസ്സിലിരിക്കാനായിട്ട്. അത് എന്നും അങ്ങനെ തന്നെ ചെയ്യുക. പെൻസിൽ വെച്ചിട്ട് ഞാൻ പറയുന്ന വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ ഒന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോഴും അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവർക്കും പരീക്ഷയുടെ എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. നല്ല രീതിയിൽ ഫുൾ മാർക്കോടുകൂടി എല്ലാവരും വിജയിക്കാൻ ദൈവം അല്ലെങ്കിൽ സരസ്വതി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. अरे बच्चे, हमें पिछली कक्षा में कौन सा पाठ पढ़ाया? याद है ना? हाँ, जीवन में अनुशासन का महत्व. हमारे जीवन में अनुशासन को बहुत बड़ा महत्व है, हमें जानते हैं. ठीक है? अच्छा, हम बचपन से बूढ़ापन तक अनुशासन का पालन करना चाहिए. अनुशासन हमारे जीवन में बड़ा परिवर्तन होता है.
और परिवर्तन करता है। अनुशासनहीन व्यक्ति हमेशा अपने बिहेवियर में और अपने हैबिट में बिगड़ होता है। देखिए आज का सेशन, आज का क्लास में ध्यान देखिए। पाठ 6 जीवन में अनुशासन का महत्व। अनुशासन शब्द 2 शब्दों अनु तथा शासन से मिलकर बना है। अनु का अर्थ होता है पीछे और शासन शब्द का अर्थ है नियमों का पालन। इस प्रकार अनुशासन का अर्थ हुआ नियमों के नियंत्रण में रहना और नियमित रूप से उसका पालन करना। अनुशासन के 2 पहलू हैं। पहला है आत्मिक अनुशासन, जिसमें व्यक्ति स्वेच्छा से अनुशासित रहता है, उस पर कोई बाह्य दबाव नहीं रहता। दूसरा पहलू है बाह्य अनुशासन, जिसमें बाहरी दबावों के कारण व्यक्ति अनुशासित रहता है। सड़क पर चलते समय यातायात के नियमों का पालन करना भी अनुशासन का एक महत्वपूर्ण हिस्सा है। यदि सड़क पर लोग अनुशासनहीन हो जाएंगे तो सारी व्यवस्था गड़बड़ा जाएगी। यदि हर आदमी मनमानी करने लगे तो समाज का काम नहीं चल सकता। अनुशासन में रहने पर ही अनेक दुर्घटनाओं से बचा जा सकता है। खेल के मैदान, गली मोहल्ले, तरण ताल, हर स्थान पर अनुशासन की आवश्यकता होती है। समय का पालन अनुशासन का एक अनिवार्य पहलू है। स्वयं को अनुशासित रखकर ही हम सबके साथ खुशी से रह सकते हैं। बाहर ही नहीं, घर में भी अनुशासन का पालन जरूरी है। बड़ों का सम्मान, छोटों से स्नेह, आज्ञा पालन की सभी बातें हमारे चरित्र निर्माण के लिए महत्वपूर्ण हैं। अनुशासन न केवल मनुष्यों में अपितु प्रकृति के लगभग सभी जीवों में परिलक्षित होता है। छोटी छोटी चींटियां भी पंक्तिबद्ध होकर चलती हैं। हाथी जैसा विशाल जीव भी अपने महावत की आज्ञा का पालन करता है। आकाश में पक्षी वी आकार में उड़ते हैं। दिन रात का क्रम, ऋतुओं में परिवर्तन, मौसम के अनुसार पेड़ पौधों में फल फूल लगना आदि सभी प्रकृति के अनुशासन के ही रूप हैं। अनुशासन का पालन जीवन के हर क्षेत्र में आवश्यक है। अनुशासन की व्यक्तिगत, सामाजिक और राजनीतिक सभी क्षेत्रों में जरूरत होती है। इससे मनुष्य को अपने कर्तव्य और अधिकार का ज्ञान होता है। खेल के मैदान, गली मोहल्ले, तरणातल हर स्थान पर अनुशासन की आवश्यकता होते हैं। समय का पालन अनुशासन का एक अनिवार्य पहलू है। स्वयं को अनुशासित रखकर हम सबके साथ खुशी से रह सकते हैं। बाहर ही नहीं, घर में भी अनुशासन का पालन जरूरी है। बड़ों का सम्मान, छोटों से स्नेह, आज्ञा पालन की सभी बातें हमारे चरित्र चित्रण के लिए महत्वपूर्ण है। खेल के मैदान, गली मोहल्ले, खेल के मैदान प्ले ग्राउंड, गली मोहल्ले സ്ട്രീറ്റ്, തെരുവുകളിൽ അല്ല സ്ട്രീറ്റ്സിൽ, तरणताल मीन्स स्विमिंग पूल, हर स्थान पर अनुशासन की आवश्यकता होते हैं എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേ ഗ്രൗണ്ടിൽ വേണം, അതായത് വീട്ടിലോ ഓഫീസുകളിലോ ഒന്നും മാത്രമല്ല, പ്ലേ ഗ്രൗണ്ടുകളിൽ എന്ത് വേണം, നമുക്ക് അനുശാസൻ വേണം. പിന്നെ സ്ട്രീറ്റിൽ വേണം, തരണതാൽ സ്വിമ്മിംഗ് പൂളിലും, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് डिसिप्लिन വളരെയേറെ അത്യാവശ്യമായ ഒന്നാണ്. समय का पालन अनुशासन का एक अनिवार्य पहलू है. समय का पालन നമ്മൾ റുട്ടീൻ അല്ലേ, ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ പങ്ക്ച്വാലിറ്റി, സമയ കാ പാലൻ എന്ന് പറഞ്ഞാൽ എന്താ, പങ്ക്ച്വാലിറ്റി.
പങ്ക്ച്വാലിറ്റിയിലെ ഡിസിപ്ലിനും വളരെ അനിവാര്യമായ ഒരു സംഭവമാണ്. स्वयं को अनुशासित रख कर ही हम सबके साथ खुशी से रह सकते हैं. സ്വയം കോ അനുശാസിത രഖ് ഹി, അതായത് നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹം സബ്കെ സാത്ത് ഖുഷി സെ രഹ് സക്തേ ഹേ, നമുക്ക് മറ്റുള്ളവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനാദ്യം വേണ്ടിയത് സ്വയം നമ്മൾ ഡിസിപ്ലിൻഡ് ആവണം, അല്ലേ? സ്വയം ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരാളെ ഉപദേശിക്കാനോ അല്ലെ എന്തിനെങ്കിലുമുള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അർഹത ഉണ്ടാവുമോ? ഇല്ല. ഇപ്പം ഞാൻ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ശാസിക്കാനോ അല്ലെ നിങ്ങളെ നേർവഴിക്ക് നടത്താനോ ഉള്ള ഒരു നമുക്കൊരു അധികാരം ഉണ്ടാവുകയുള്ളൂ, അവകാശം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ബാഹർ ഹി നഹീം ഘർ മേം ഫി അനുശാസൻ കാ പാലൻ ജരൂരി ഹെ. ബാഹർ ഹി നഹീം, പുറത്തു മാത്രമല്ല, അതായത് നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാങ്കിൽ, സ്കൂളിൽ, അല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്വിമ്മിംഗ് പൂള് മുതലായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു ഡിസിപ്ലിൻഡ് ആവണം എന്ന്. എന്നാൽ ഈ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണോ നമ്മൾ ഡിസിപ്ലിൻഡ് ആവേണ്ടത്? അല്ല. ഘർ മേം ഭി അനുശാസൻ കാ പാലൻ ജരൂരി ഹേ. നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഡിസിപ്ലിൻ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ബഡവും കാ സമ്മാൻ മീൻസ് മുതിർന്നവരെ ആദരിക്കുക, ബഹുമാനിക്കുക. ചോട്ടോം സെ സ്നേഹ്, ചെറിയ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മളെക്കാൾ സ്നേഹം കുറഞ്ഞവരോട് അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ നമ്മുടെ അനുജത്തിമാരെയോ അല്ലെ അനുജന്മാരെയോ ഒക്കെ നമ്മൾ സ്നേഹിക്കുക. പിന്നെയോ ആജ്ഞാപാലൻ കി സഭി ബാത്തേം ഹമാരെ ചരിത്ര ചിത്രൻ കെ ലിയെ മഹത്വപൂർണ്ണ ഹെ. അതുപോലെ തന്നെ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുക, ഇളയവരെ സ്നേഹിക്കുക. പിന്നെ ആജ്ഞാപാലൻ, നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ട കടമകൾ ഓർഡർ പാലിക്കുക, അല്ലേ? വീടിനുള്ളിലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെ നമ്മുടെ സംസ്ഥാനത്തിലോ രാജ്യത്തോ അല്ലെ സമൂഹത്തിലോ ഒക്കെയുള്ള ഓർഡറുകൾ എന്താണോ നിർദ്ദേശമനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? സഭി ബാത്തേം, അതെല്ലാം നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താവും? ഹമാരെ ചരിത്ര ചിത്രൻ കെ ലിയെ മഹത്വപൂർണ്ണ ഹേ. ചരിത്ര ചിത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വഭാവ രൂപീകരണം. അപ്പം ഇതൊക്കെ അതായത് വീട്ടിനുള്ളിലും അതുപോലെ പുറം ഭാഗങ്ങളിലല്ലാതെ വീടിനുള്ളിൽ തന്നെയും നമ്മൾ അനുശാസിതരാകുന്നതോടൊപ്പം ഡിസിപ്ലിൻഡ് ആകുന്നത് നമ്മുടെ സ്വഭാവ നിർമ്മാണത്തിന് വളരെ മഹത്വപൂർണ്ണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മൾ ഓൾവേസ് എല്ലായ്പ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കുക. അത് വീട്ടിനുള്ളിൽ തന്നെയല്ല, പിന്നെയോ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്ത് അല്ലെങ്കിൽ മറ്റു ഓഫീസ്, സർക്കാർ ഓഫീസ് എന്തായിക്കോട്ടെ, ഏത് സ്ഥലമായിക്കോട്ടെ, നമ്മൾ അവിടെയൊക്കെ ഡിസിപ്ലിൻ പാലിക്കേണ്ടത് ആ ഓരോ സ്ഥലത്തെയും നിയമം എന്താണ്, അല്ലെ അവിടെ ശാന്തമായിട്ട് അല്ലെ സമാധാനപൂർവമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സംഭവമാണ്. यहाँ देखिए ये कौन सा चित्र है? ये क्या है? ये चींटियाम है. चींटी मीन्स ants, उरुम्ब, अल्ले? ये चींटियाम कैसे चलते हैं? ये पंक्ति में चलते हैं. ये लाइन वाइज लाइन चलते हैं, अल्ले? लाइन बाय लाइन चलते हैं. ये चींटियाम ऑलवेज और हमेशा पंक्ति में चलते हैं. നിങ്ങൾ ഉറുമ്പുകളെ കണ്ടിട്ടില്ലേ? ഉറുമ്പുകൾ എപ്പോഴും എന്താ ചെയ്യുക? അതുങ്ങൾ എപ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? നമ്മുടെ കൂട്ടല്ല, നമ്മൾ കുറച്ച് സമയം വർക്ക് ചെയ്താൽ പിന്നെ നമുക്കങ്ങ് ക്ഷീണമാണ്, നമ്മൾ കിടക്കും, നമ്മൾ റെസ്റ്റ് എടുക്കും, അല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. എന്നാൽ ഈ ഉറുമ്പുകൾക്ക് റെസ്റ്റേ ഇല്ല. അവ എന്ത് ചെയ്യും? എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അതെപ്പോഴും ഒരേ ലൈനിലാണ് സഞ്ചരിക്കുന്നത്. കണ്ടോ? ആ ലൈൻ മാറാതെ ലൈനിലൂടെ, അല്ലെ ഒരാൾ അങ്ങോട്ട് പോയി ഒരാൾ ഇങ്ങോട്ട് വന്നു, അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അവർ ലൈൻ ബൈ ലൈനായിട്ടാണ് സഞ്ചരിച്ച് അവരുടെ ജീവിതം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഉറുമ്പുകളൊക്കെ മഴക്കാലം വരുന്നതിനൊക്കെ മുമ്പ് ചെറിയ അരി മണികളൊക്കെ സൂക്ഷിച്ച് കൊണ്ടുവന്നൊരു മാളത്തിലൊക്കെ കൊണ്ടുവയ്ക്കും. എന്തിനാ? മഴയായ പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പം മഴയുള്ള സമയത്ത് അവയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണത്? നന്നായിട്ട് ആഹാരം കഴിച്ച് പട്ടിണി കൂടാതെ കഴിഞ്ഞു പോകാൻ വേണ്ടി അവ നേരത്തെ തങ്ങളുടെ ജോലികളൊക്കെ ഒതുക്കി വെക്കും, അല്ലേ? നമ്മൾ മനുഷ്യരായിട്ടുള്ളവർ എല്ലാവരെയും കാര്യമല്ല, ചിലരൊക്കെ ഉണ്ട് ഇന്നത്തെ കാര്യം മാത്രം ചിന്തിക്കുന്നവർ, നാളത്തേക്കുള്ള ചിന്തയില്ലാത്ത ആളുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് വരുന്നതാണ്?
ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് മനസ്സിലായോ? നമ്മൾ കളിസ്ഥലങ്ങളിലാവട്ടെ, സ്ട്രീറ്റിലാവട്ടെ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലാവട്ടെ, ഏത് സ്ഥലത്തും നമ്മൾ എന്ത് പാലിക്കണമെന്നാണ് പറഞ്ഞത്? നമ്മൾ ഡിസിപ്ലിൻ പാലിക്കണം. നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഡിസിപ്ലിൻ ആയിരിക്കുക എന്ന് പറയുന്നത്. ബാക്കി ഭാഗ് देखिए. इस चित्र में क्या देख सकते हैं? हम एक स्कूल की कक्षा है. कक्षा में बच्चे डिसिप्लिन से बैठते हैं. ये छात्र अध्यापक के बातों को श्रद्धा से सुनता है, ध्यान से सुनता है. देखिए, अनुशासन न केवल मनुष्यों में अपितु प्रकृति के लगभग सभी जीवों में परिलक्षित होता है. छोटी छोटी चींटियां भी पंक्तिबद्ध होकर चलती हैं. हाथी जैसा विशाल जीव भी अपने महावत की आज्ञा का पालन करता है. आकाश में पक्षी वी आकार में उड़ते हैं. दिन रात का क्रम, ऋतुओं में परिवर्तन, मौसम के अनुसार पेड़ पौधों में फल फूल लगना आदि सभी प्रकृति के अनुशासन के ही रूप हैं. देखिए, अनुशासन न केवल मनुष्यों में अपितु प्रकृति के लगभग सभी जीवों में परिलक्षित होता है. ഈ അനുശാസൻ എന്ന് പറയുന്നത് കേവലം മനുഷ്യനിൽ മാത്രമല്ല, അപിതു പിന്നെയോ പ്രകൃതിക്ക് ലഗ്ഭഗ് സഭി ജീവോമേ പരിലക്ഷിത ഹോത്താ ഹെ. പ്രകൃതിയിലെ മിക്കവാറുമുള്ള എല്ലാ ജീവജാലങ്ങളിലും നിക്ഷിപ്തമായിട്ടിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ചോട്ടി ചോട്ടി ചീണ്ടിയാം ഭി പങ്ക്തിബദ്ധ ഹോക്കർ ചലത്തെ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഇതിൻ്റെ പറഞ്ഞതേ ഉള്ളൂ, കണ്ടില്ലേ? ഉറുമ്പുകൾ എന്താണ്? പങ്ക്തിബദ്ധ ഹോക്കർ, ലൈൻ ബൈ ലൈനായിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. ചോട്ടി ചോട്ടി ചീണ്ടിയാമ്പി, വളരെ ചെറുതാണ് ഉറുമ്പെന്ന് പറയുന്നത് അല്ലേ? ചെറിയ ജീവിയാണ്. ആ ചെറിയ ജീവിയായ ഉറുമ്പ് പോലും എന്താ ചെയ്യുന്നത്? പങ്ക്തിബദ്ധ ഹോക്കർ ചലത്തി ഹേ, ലൈൻ ആയിട്ട് സഞ്ചരിക്കുന്നു. ഹാത്തി ജൈസ വിശാൽ ജീവ് ഭി അപ്നെ മഹാവത് കി ആജ്ഞാ കാ പാലൻ കർത്താ ഹെ. ആനയെ പോലുള്ള വളരെ വിശാലമായ ജീവി പോലും തങ്ങളുടെ മഹാവത്ത് ആരാണ്? മാഹോത്ത് ആനക്കാരൻ അല്ലേ? അപ്പോൾ ആനയെ മേയ്ക്കുന്ന ആളാണ് ആനക്കാരൻ. ആനക്കാരൻ്റെ ആജ്ഞ പാലിച്ച്, അത്രയും വലിയൊരു ജീവിയാണല്ലേ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ആന പോലും തൻ്റെ യജമാനൻ്റെ അല്ലെങ്കിൽ തന്നെ പരിപാലിക്കുന്നവൻ്റെ ആജ്ഞകൾ പാലിക്കുന്നു. ആകാശമേ പക്ഷി വി ആകാരമേ ഉടുത്തേ ഹേ. അത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷി ആകാശത്തിൽ ഏത് ആകൃതിയിൽ, ഏത് ഷേപ്പിലാണ് പറന്നു പോകുന്നത്? വി ആകാരമേ, വി ഷേപ്പിലാണ് പക്ഷികൾ ആകാശത്തിലൂടെ പറക്കുന്നത്. ദിൻ രാത്ത് കക്രം, അതുപോലെ തന്നെ എന്താണ്? ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. ഋതുവോമേ പരിവർത്തൻ, സീസൺ, അതായത് കാലാവസ്ഥയിലുള്ള ചേഞ്ച്. മൗസം കെ അനുസാർ പേട് പൗധോമേ ഫൽ ഫൂൽ ലഗ്ന, അതായത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഋതുക്കൾ മാറി വരുന്നതിനനുസരിച്ച് പേട് പൗധോമേ ഫൽ ഫൂൽ ലഗ്ന മീൻസ് ചെടികളിലും മരങ്ങളിലുമൊക്കെ പൂക്കളും കായ്കളും, ഫല പൂവ്, ഫൂല് കായ, പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാകുക. ആദി സഭി പ്രകൃതിക്ക് അനുശാസൻ കെ ഹി രൂപ ഹെ. ഇവയൊക്കെ എന്താണ്? പ്രകൃതിയുടെ അനുശാസനം അല്ലെ പ്രകൃതിയുടെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. എന്തെന്ന് പറയുന്നത്? മരങ്ങളിലും ചെടികളിലും പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്നത്, രാത്രിയും പകലും ഉണ്ടാകുന്നത്, അതുപോലെ സീസൺസ് മാറി വരുന്നത് അല്ലേ? കാലാവസ്ഥകൾ മാറി വരുന്നത്, അതായത് മഴക്കാലം, പിന്നെ വേനൽക്കാലം, മഞ്ഞുകാലം, ശിശിരകാലം, ഓരോന്നും മാറി മാറി വരുന്നില്ലേ? ഇതൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള അല്ലെ പ്രകൃതി വരുത്തുന്ന എന്താണ്? ഡിസിപ്ലിൻ ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ്? അനുശാസൻ മനുഷ്യരിൽ മാത്രമല്ല, പിന്നെയോ സഭി പ്രകൃതിയിൽ മുഴുവനും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് അനുശാസൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ചെറിയ ജീവിയായ ഉറുമ്പ് മുതൽ ഏറ്റവും വലിയ ജീവിയായ ആന വരെ എന്ത് ചെയ്യുന്നു? അവരവരുടെ ഡിസിപ്ലിൻ പാലിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ഈ പാരഗ്രാഫ് മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? നെക്സ്റ്റ്, अनुशासन का पालन जीवन के हर क्षेत्र में आवश्यक है.
अनुशासन ही व्यक्तिगत, सामाजिक और राजनीतिक सभी क्षेत्रों में ज़रूरत होती है. इससे मनुष्य को अपने कर्तव्य और अधिकार का ज्ञान होता है. ज्ञान, ज्ञाൻ അല്ല, ഇജ്ഞ എന്നുള്ളത് ഗ്യാ എന്നാണ് വായിക്കേണ്ടത്. ജ്ഞാൻ होता है. രണ്ടായാലും കുഴപ്പമില്ല. ഞാൻ എന്നുള്ളതും ഇപ്പം ഒന്നുകൂടെ എന്താ പറയുക, കൾച്ചറലായിട്ടുള്ള അക്ഷരം എന്ന് പറയുന്നത് ഗ്യ എന്ന് ഉച്ചരിക്കണമെന്നാണ് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അക്ഷരത്തെ ചേഞ്ച് ആക്കിയിരിക്കുന്നത്. നോക്കിയേ, अनुशासन का पालन जीवन में हर क्षेत्र में आवश्यक है. ഈ ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആവശ്യമാണ്. अनुशासन की व्यक्तिगत, सामाजिक और राजनीतिक सभी क्षेत्रों में ज़रूरत होती है. ज़रूरत मीन्स വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആവശ്യമാണ് അല്ലേ. അനുശാസൻ എന്ന് പറയുന്നത് വ്യക്തിഗത മീൻസ് പേഴ്സണൽ. പിന്നെ സാമാജിക മീൻസ് സോഷ്യൽ. ഇതൊക്കെ പെൻസിൽ വെച്ച് അതിൻ്റെ മീനിങ് അവിടെ എഴുതിയിടാമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. അതുപോലെ എന്താ പറയുക, സാമൂഹികവും രാജനീതികവുമായ മീൻസ് ഭരണപരവുമായ എല്ലാ മേഖലകളിലും വളരെ അത്യാവശ്യമാണ്. इससे मनुष्य को अपने कर्तव्य और अधिकार का ज्ञान होता है. ഇതിലൂടെ മനുഷ്യൻ്റെ കർത്തവ്യം, ഡ്യൂട്ടിയും അധികാരവും അവകാശവും എന്ന ഗ്യാൻ ഹോത്താ ഹെ, ആ അറിവ് നമുക്ക് പകർന്നു തരുന്നത്. അതായത് ഈ അനുശാസനം അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത്യാവശ്യമാണ്. അത് വ്യക്തിഗതം മീൻസ് എന്താ നമ്മൾ പറഞ്ഞേ, വ്യക്തിപരവും അതുപോലെ തന്നെ സാമൂഹികവും ഭരണപരവുമായ എല്ലാ മേഖലകളിലും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ ഡിസിപ്ലിൻ പാലിച്ചാൽ മനുഷ്യൻ തൻ്റെ കർത്തവ്യങ്ങൾ, തൻ്റെ ഡ്യൂട്ടി എന്താണ്, സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരു വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ പോലെ വ്യക്തി നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാജ്യം നന്നാകും, രാജ്യം നന്നായാൽ രാഷ്ട്രം, ലോകം മുഴുവനും നന്നാകും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഈ ഡിസിപ്ലിൻ പാലിക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുകയും നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിവ് നമുക്ക് പകർന്ന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ പാഠഭാഗം ഇവിടെ വരെ നന്നായിട്ട്, അതായത് ഇന്നത്തെ പാഠഭാഗവും കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊരു 3-4 തവണ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ വേർഡ് മീനിങ് ഒക്കെ പെൻസിൽ വെച്ചിട്ടൊന്ന് എഴുതി വെക്കണം. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. സഭി കോ ധന്യവാദ്.